ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് കൊച്ചി വരെ ഒന്ന് പോവുകയാണ്. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും പിന്നെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. കൊച്ചിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് തിരിച്ചൊന്ന് കൊച്ചിയിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആണ് ഇന്ന് പോകുന്നതിൽ. നിങ്ങൾ ഇതുവരെ വീഡിയോസിലൊന്നും കാണാത്ത രണ്ടാൾക്കാരും കൂടെ ഇന്നുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ആത്മനേനെ മാധുവിനെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അവരിവിടെ എവിടെയോ ഉണ്ട്. വരുന്നുണ്ട് ഗൈസ്, കാണിച്ചരാ. ഇവള് തുമ്പൊക്കെ കഴിക്കല്. ഗൈസ്, ഞങ്ങള് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം ഒരു ബിങ്കോ വാങ്ങിക്കാൻ വേണ്ടി പോവാൻ വിചാരിച്ചു. ഇതാണ് ആത്മന. എന്താണ് പറഞ്ഞത്? മാഡാങ്കിളുടെ അച്ചാറുള്ളത് വാങ്ങിക്കാൻ പറഞ്ഞത്. അച്ചാറുള്ളത് സോസാണ്. എന്താ വേണ്ടേ ആത്മന? ഓറഞ്ചാ? എന്തെങ്കിലും വാങ്ങിക്കും. എത്ര? 20 തന്നെയല്ലേ? അതെടുക്കാം. ഫോനുള്ളത് നോക്കി എടുത്താൽ മതി. നിങ്ങൾ ഇങ്ങനെയാണോ? ഒരു തിത കുലുക്കി നോക്കുന്നുണ്ട് ഏതിലാണ് കൂടുതൽ. അത് മതി, ഞാൻ ജിപേ ചെയ്യാം. ഓക്കെ, ബാക്കി ഞാൻ ജിപേ ചെയ്തിട്ട് കാണാം. മാധുവിന് ട്രെയിനിൽ കയറണമെങ്കിൽ കോട്ടുണ്ടെന്ന് മാധു ഇടട്ടെ. മഴക്കാലല്ലേ, തണുപ്പല്ലോ, ഊട്ടിയിലേക്ക് പോവാ. എടി, ഇത് എവിടെയോ കണ്ടുവരിച്ചിട്ടുണ്ടല്ലോ ഈ കോട്ട്. അല്ലടി, ഇവിടെ എവിടെ പോയ? ഇവിടെ എവിടെയായിരുന്നു പോയത്? എറണാകുളത്തേക്ക് പോകുന്നോടാ, ഊട്ടിയിലേക്ക് പോകുന്നു. ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇനിയിപ്പോ മറ്റേ സിബിന്റെ ഒച്ചേക്കുന്നാണ് വീണ്ടും പോകുന്നത്. നേരത്തെ ഇട്ടതാ കണ്ടല്ലോ. നമുക്കൊന്ന് ഭംഗി. ഫൈനലി ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. കൊറേ ദിവസത്തിന് ശേഷമല്ലേ എറണാകുളം പോകുന്നത്. എന്താ പറയാള്ളേ? സ്തംഭിച്ചു നിൽക്കാണ് ഗൈസ്, സ്തംഭിച്ചു നിൽക്കാണ്. ആത്മന, അനക്കെന്താ പറയാള്ളേ? ഇടിച്ച് കയറുന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതെ, ഈ ട്രെയിനിന്റെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇതെങ്ങാനും ആൾക്കാരാണ്, സാധാരണ ഇതല്ല. മാധു ഊട്ടി പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി പോയി അങ്ങോട്ടേക്ക് ചാടാൻ നിക്കണ്ട. മറ്റേ വെച്ചില് മറ്റേ ഗോതമ്പൊക്കെ വാങ്ങുന്ന ചാക്കണ്ടില്ലേ? ഓക്കെ, ചാക്ക് ചടണ്ട. ആത്മഹത്യ ഒന്നിനും പരിഹാരം. ട്രെയിൻ കയറി. ട്രെയിനിൽ സാധാരണ എപ്പോൾ പോയാലും സീറ്റൊന്നും കിട്ടാറില്ല. അതുപോലെ തന്നെ ഈ വട്ടവും സീറ്റൊന്നും കിട്ടില്ല. കഴിയുന്നതും ട്രെയിനിൽ കയറുന്ന സമയത്ത് ഡോറിന്റെ അടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഡോറിന്റെ അവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. ഞങ്ങൾ 3 പേരെയും കാത്ത് വേറെ കുറച്ച് ഫ്രണ്ട്സ് നിൽക്കൽ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറുന്നതേ ഉള്ളൂ. എനിക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതേ ഇഷ്ടമല്ല. ആരോടും മിണ്ടാതെ എല്ലാവരും, കുറച്ച് ആൾക്കാരൊന്നെങ്കിൽ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, തൊട്ടടുത്ത് നിന്നാൽ പോലും സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി. ഞങ്ങളെയും കാത്ത് വേറെ കുറച്ച് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി നേരെ ഞങ്ങൾ ഇന്ന് ലുലുവിലേക്കാണ് പോകുന്നത്. കൂട്ടത്തിൽ ഒരാള് ലുലുവിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര നേരെ ലുലുവിലേക്കാണ്. അതാണ് ആത്മനി അസ്നയ്ക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങള് ഞാനും മാധുര ഇത്രയും ദൂരത്താണുള്ളത്. നിങ്ങളുടെ കൂട്ടത്തില് ആരെങ്കിലും ഇതുപോലെ പതുക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. അസ്നാമാറ് ഹായ് പറയും. ഇതാണ് അജി ഗൈസ്. ബേഗിടാം. ബേഗിനൊക്കെ എന്തൊരു വെയിറ്റ് ആണെന്നറിയാവോ? മെയിലാണ് ഫീമെയിൽ.
എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എവിടെ ഹായ് ഗയ്സ്, നമ്മൾ മെട്രോ കയറാൻ വേണ്ടിട്ട് പോവുകയാണ്. അല്ല, അവിടെ നിന്ന് പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് ഫൈനലി ഞങ്ങൾ ട്രെയിനിലൂടെ നമ്മൾ കിടക്കുകയാണ്. ലുലുവിലേക്ക് പൊതുവെ സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ലാണ്ട് വെറുതെ വരുന്ന ആൾക്കാരെ കൂടുതലും തോന്നിട്ടില്ലേ? നമ്മളെ പോലെ കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആവശ്യമില്ലാതെ ലുലുവിലേക്ക് വരാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിയാം, അതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, അവളെ ഭംഗി എല്ലാരും കാണണം. നിന്റെ ഫസ്റ്റത്തെ മെട്രോയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ വാക്കുകളില്ല. ആദ്യമായിട്ടാണ് ലുലു കാണുന്നത് അല്ലേ? അപ്പം ലുലുവിലെല്ലാം നമുക്ക് കാണിച്ചെടുക്കാം. ഇതാണ് ലുലുവിലത്തെ ഒരു കട. അടുത്തത് US പോളോന്റെ ഒരു ഷോപ്പാണ് കാണുന്നത്. ഓക്കെ, അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അതാണ് എസ്കലേറ്റർ. എസ്കലേറ്റർ മനസ്സിലായോ? ഫുഡ് കോർട്ടാണ് മേലെ. ലോകമാണ് എന്തറിയില്ല, ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന. എന്താ ഇവിടെ കാണിക്കുന്നത്? അവിടെ പോയിട്ട് പാമ്പിനെടുക്ക്. നിങ്ങളിങ്ങനെ നടക്കുകയാണ്. എന്താ പറയാ, ലുലുവിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് വന്നാലും എന്തെങ്കിലുമൊക്കെ എടുത്തു പോകുന്നൊരവസ്ഥയാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എനിക്ക് അയച്ചു കേട്ടോ, ഒരു പ്രശ്നമില്ല. അസ്മിക്ക് ഭാവിയിലേക്കുള്ള ഡൈപ്പർ ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടേക്ക് പോകുന്നത്? ഫുഡ് കഴിക്കാൻ. ഫുഡിന്റെ നോക്കാം, ഡിസ്കൗണ്ട് ഉണ്ടോ നോക്കാം. ഇങ്ങനെ സത്യസന്ധമായിട്ട് തുറന്നു പറയുന്ന വീഡിയോയിൽ പറയാം മീനെനിക്ക് മേടിച്ചത് എന്തുകൊണ്ടാണ്. നമ്മള് ചാനലൊരു 10K അടിക്കുന്ന സമയത്ത് ഞാൻ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. 10K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഫെറാറോ റോസ്റ്ററും പിന്നെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരു അടിപൊളി ഗിവ് അവേ നടത്തുന്നതായിരിക്കും. ഓക്കെ, 10K അടിക്കട്ടെ. അപ്പം 10K അടിക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ആവുന്നുള്ള ലക്ഷണമാണ് എന്ത് ഈ കാണുന്നതൊക്കെ. സാധാരണ ചോക്ലേറ്റിന്റെ സെക്ഷനിലൊക്കെ സ്റ്റക്ക് അയക്കുന്ന നമ്മളിപ്പോൾ ചെടിയുടെ സെക്ഷനിൽ വന്നിട്ടാണ്. അതും പേടിയാണ്. നമുക്ക് ഫുൾ ലുലു മാൾ ഫുൾ കണ്ടുപോവാം. ടൗൺ ഹാൾ ഇറങ്ങണോ? എംസിനോട് ഇറങ്ങാം. മോള് പോയി വാങ്ങി വന്നതാ മെറൈൻ ഡ്രൈവിൽ കഴിക്കാൻ. അതെ, ഞാനിങ്ങനെ മറൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു വൈബിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാണതാണോ. ഞങ്ങളങ്ങനെ ഇവിടെ ഹോസ്റ്റലിലൊക്കെ എത്തി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. സമൃദ്ധിയിലേക്കാണ് പോകുന്നത്. പിന്നെ കൊച്ചിയിൽ വന്നിട്ട് സമൃദ്ധിയിൽ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? അങ്ങനെ ഞങ്ങൾ
മൂതും ഒക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. സമൃദ്ധിയിലാണുള്ളത്. ഗൈസ്, ഞങ്ങളെ ഫ്ലോർ ശരിക്കും 3rd ഫ്ലോർ ആണ്. പക്ഷെ എന്തോ കഥ പറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ ഏതോ റൂമിലേക്ക് കയറാൻ പോവാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ അവസ്ഥകൾ. എങ്ങനെ സമൃദ്ധി ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അത് കണ്ടില്ല. അപ്പൊ അങ്ങനെയാണ്. ഷീ ലോഡ്ജ് ആണ്. ഇപ്പൊ കൊച്ചിയിൽ വരുന്ന ആൾക്കാർക്ക്, ഏതെങ്കിലും കൊച്ചിയിൽ വരുന്ന ഗേൾസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു, ഇപ്പൊ സ്റ്റേ അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഷീ ലോഡ്ജ് എന്ന് പറയുന്നത്. ഡോർമെട്രി അതുപോലെ തന്നെ റൂംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഡോർമെട്രി വരുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് പോവാന്ന് വിചാരിച്ചത്. കാരണം ഓൾറെഡി തണുത്ത വെള്ളം ഇവിടെ കിട്ടും. അപ്പൊ പിന്നെ നിറയ്ക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 2 days ഇൻ കൊച്ചി? അടിച്ചു പൊളിച്ചു. മധു, എനിക്കെന്താ പറയാ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായി? ക്ലാസ്സിൽ ഉറങ്ങാനുള്ള ആളല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് ട്രെയിൻ കയറാൻ വേണ്ടിട്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നു ട്രെയിന്? പരശുരാം എക്സ്പ്രസ് ആണ്. ഞങ്ങളിവിടെ പഠിച്ചിരുന്ന ടൈമിൽ അതിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ബൈ. അങ്ങനെ 2 പത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കുകയാണ്. പത്തിരി കഴിക്കാൻ നമുക്ക് രാവിലെ കഴിച്ചിട്ടില്ല. പത്തിരിയാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകുന്ന ഈ ഒരു ഇതില് ഭയങ്കര എന്തോ പോലെ അല്ലേ? വന്നപ്പോ വെച്ചാല് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇവിടെ വരാം അങ്ങനെ ഇതാണ്. തിരിച്ചു പോകുമ്പോ ഒന്നും ഇല്ലാലോ എന്നുള്ള കാണിക്കുമ്പോ ചിരിക്കുക. യൂണിഫോം ആണ് തന്നെ. ഇത് ഫുള്ള് നീല കഴിച്ചു. അല്ലേ കളിയാക്കി ചിരിക്കുന്നത്? കളിയാക്കി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടതാ. മൂന്നൂര് ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പല ആൾക്കാരെ ആണ് അവരോട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ പരിചയപ്പെട്ട വേറൊരു ചേട്ടനാണ് ഈ കാണുന്നത്. ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ട്രെയിനത്തെ ബിരിയാണിയാണ്. സംഭവം സാധാരണ വാങ്ങിക്കുന്ന ബിരിയാണിനെക്കാട്ടിലും നല്ലതാണെങ്കിൽ കൂടി ആത്മനയ്ക്ക് അത് കഴിച്ച് പണി കിട്ടി. എന്താണ് ഞങ്ങളെ പറ്റിയുള്ള അഭിപ്രായം? അങ്ങനെ കോഴിക്കോട് എത്തിയപ്പം ആത്മന്റെ വീട്ടിലേക്കും ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം നേരെ പോയി ഒരു ലൈം കുടിച്ച് ഞാൻ ബസ് കയറി വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ കൊച്ചു കൊച്ചു സപ്പോർട്ടാണ് എന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയേറെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസിലായിട്ട് കാണാം.